ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൊച്ചി ചുറ്റിയടിക്കാൻ ഇനിയൊരു വാട്ടർ മെട്രോയിൽ കയറിയാൽ മതി. പോക്കറ്റ് കീറാതെ ഏറ്റവും സുഖകരമായി ഒരു ഫീൽ ഗുഡ് യാത്ര, അതും നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ. സ്മാർട്ട് കാർഡ് പോലുള്ള ടിക്കറ്റ് ഉപയോഗിച്ച് അകത്ത് കടന്നു. അടുത്ത ബോട്ടിൻ്റെ സമയം അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻ്റ് കേൾക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ബോട്ട് കാത്തിരിക്കാൻ വിശാലമായ ഇടം വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. 10-100 ആളുകൾ ഒരുമിച്ച് വന്നാലും കൂളായി നിൽക്കാനുള്ള ഇടം ഈ ടെർമിനലിലുണ്ട്. കൃത്യസമയത്ത് തന്നെ ബോട്ടെത്തി. വരിവരിയായി എല്ലാവരും ബോട്ടിലേക്ക്. ബോട്ടിനകത്ത് ജോലി ചെയ്യുന്നവർ കറുപ്പും വെള്ളയും നിറത്തിലുള്ള യൂണിഫോമിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഫീൽ. വാട്ടർ മെട്രോ അകക്കാഴ്ചയിലും സൂപ്പറാണ്. കൊച്ചി മെട്രോയുടെ അതേ കളർ തീമിലാണ് വാട്ടർ മെട്രോയുടെ ഇൻറ്റീരിയറും സെറ്റ് ചെയ്തിരിക്കുന്നത്. 100-ൽ കൂടുതൽ പേരെ ഒരു കാരണവശാലും ഈ ബോട്ടിൽ കയറ്റില്ല. വെയിൽ കൊള്ളാതെ, പൊടിയടിക്കാതെ, കാറ്റടിക്കാതെ AC-യുടെ കുളിർമയിൽ ഒരു ലക്ഷറി യാത്ര. തിരക്ക് കുറവായതിനാൽ വിൻഡോ സീറ്റിൽ തന്നെ സീറ്റ് കിട്ടി. പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ പനോരമിക് വ്യൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അന്നയും റസൂലും സിനിമയിലെ പാട്ടാണ് ഓടി വന്നത്. കായലിനരികെ, കൊച്ചി കായലിനരികെ, കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ, ഈ കായലിനരികെ. മനസ്സിലങ്ങനെ പാട്ടും പാടി കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ധാരാളം ആൾക്കാർ മൊബൈലിലുമെല്ലാം ഫോട്ടോ എടുക്കുന്നത്. പലരും വാട്ടർ മെട്രോയെക്കുറിച്ച് കേട്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ വന്നവരാണ്. ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ടുകളിൽ പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വാട്ടർ മെട്രോ നൽകുന്ന ഒരു ഫീലുണ്ട്. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ബോട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിലേതുപോലെ തന്നെ സീറ്റിനടിയിൽ ലൈഫ് ജാക്കറ്റ് ഒരുക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിക്കുന്ന വീഡിയോയും ബോട്ടിൽ കാണിക്കും. വാട്ടർ മെട്രോ വന്നതോടെ കൊച്ചിയിലെ ബോട്ട് യാത്ര ശരിക്കും സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഗ്രാമീണ കാഴ്ചകളാണ് ഈ യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ ചുറ്റിയടിക്കുമ്പോൾ കാണുന്ന കാഴ്ചയുടെ ഒരു മിനി വേർഷൻ. എന്തായാലും സംഭവം കളറാണ് കേട്ടോ.
ബാറ്ററിയിലും ഹൈബ്രിഡ് രീതിയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ബോട്ടെന്ന പുതുമയുണ്ട് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക്. ഹൈബ്രിഡ് സംവിധാനത്തിലും തികച്ചും പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് ഈ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വിപുലമായ ഒരു ബോട്ട് ശൃംഖല ഉള്ളത്. വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാവുന്നതും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ ലിഥിയം ടൈറ്റാനൈഡ് ഓക്സൈഡ് ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. യാത്രക്കാർ കയറി ഇറങ്ങുമ്പോൾ പോലും ആവശ്യമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാറ്ററി മോഡിൽ 8 നോട്ടിക്കൽ മൈൽ പെർ അവറും ഹൈബ്രിഡ് മോഡിൽ 10 നോട്ടിക്കൽ മൈൽ പെർ അവറുമാണ് ബോട്ടിൻ്റെ വേഗത എന്ന് പറയുന്നത്. അതായത് പരമ്പരാഗത ബോട്ടിനേക്കാൾ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. മെട്രോ റെയിലിന് അനുബന്ധമായി വാട്ടർ മെട്രോ സർവീസുള്ള രാജ്യത്തെ ഏക മെട്രോയാണ് കൊച്ചിയിലേത്. വാഹനപ്പെരുപ്പം മൂലം യാത്രകൾ ദുരിതമാകുന്ന ഈ കാലത്ത് ജലഗതാഗതത്തിൻ്റെ പ്രാധാന്യം ഉറപ്പിച്ചു പറയുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ ഒന്ന് നോക്കണ്ട, നേരെ വിട്ടോ കൊച്ചിക്ക്. ഒരു 30 രൂപയ്ക്ക് ഒരു ലക്ഷറി യാത്ര, അതും കൊച്ചി വാട്ടർ മെട്രോയിൽ.